സ്വാതന്ത്ര്യാനന്തര കേരള ചരിത്രത്തിൽ എഴുതിച്ചേർക്കപ്പെട്ട നിർണായക ഏടായിരുന്നു സർ CP-ക്ക് നേരെയുണ്ടായ ആക്രമണവും നാടുകടത്തലും. സ്വാതന്ത്ര്യദിനത്തോളം പഴക്കമുണ്ട് ആ സംഭവത്തിന്. സജീവോത്തമ, സർ ചെടുപുട് പട്ടാഭിരാമൻ രാമസ്വാമി അയ്യർ, സർ CP, KCSI, എംപയർ അഭിഭാഷകൻ, അഡ്മിനിസ്ട്രേറ്റർ, രാഷ്ട്രീയക്കാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്ന തിരുവിതാംകൂർ ദിവാൻ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമെന്ന് ഉറപ്പായ സമയം. ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമായി നിൽക്കാൻ തീരുമാനിച്ചു. ദിവാൻ അമേരിക്കൻ മോഡൽ ഭരണം പ്രഖ്യാപിച്ചു. ഒരു കാലത്ത് തിരുവിതാംകൂറിനെ ആകെ വിറപ്പിച്ചൊരു പേരായിരുന്നു സർ CP രാമസ്വാമി അയ്യർ. തന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനായി, തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനായി എന്ത് മനുഷ്യത്വ വിരുദ്ധ നടപടിയും സ്വീകരിക്കാൻ മടിയില്ലാതിരുന്ന മനുഷ്യൻ. ദിവാനെ നാടുകടത്താൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രക്ഷോഭം നടത്തിയിട്ടും ഫലമുണ്ടായില്ല. പുന്നപ്ര വയലാർ സമരത്തിനും അതിനു സാധിച്ചില്ല. എന്നാൽ കേരളത്തിലെ ഒരു ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പ്രവർത്തകന് അതിന് കഴിഞ്ഞു. KCS മണി, കോന്നാട്ടുമാടം ചിദംബരയ്യർ സുബ്രഹ്മണ്യ അയ്യർ മണിയുടെ അതിസാഹസികത സർ CP-യെ നാടുവിടുന്നതിലേക്കാണ് നയിച്ചത്. വർഷം 1947 ജൂലൈ മാസം 25-ന് തിരുവനന്തപുരം സ്വാതി തിരുനാൾ അക്കാദമിയിൽ ഷെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യരുടെ സംഗീത കച്ചേരി കണ്ട് സർ CP മടങ്ങുന്ന സമയം. തിരുവിതാംകൂർ സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകനായ 25 വയസ്സുകാരൻ മണി CP-യെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പിന്നീട് തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നത് സംബന്ധിച്ച് ജവഹർലാൽ നെഹ്റുവുമായി ദിവാൻ ധാരണയിലെത്തി. തിരുവിതാംകൂറിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള സമ്മതത്തോടെ ദിവാൻ തിരുവിതാംകൂർ വിട്ട് മദ്രാസിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതനായി. സ്വാതന്ത്ര്യാനന്തരം കേരള ചരിത്രം സാക്ഷ്യം വഹിച്ച നിർണായക വഴിത്തിരിവായിരുന്നു ഈ സംഭവം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.